കർക്കിടകവാവിൽ കണ്ടൽ നട്ട് കണ്ടൽ അമ്മച്ചിക്ക് വിദ്യാർത്ഥികളുടെ ആദരം. കുമരകത്താണ് പ്രകൃതി സംരക്ഷണ സന്ദേശം നൽകി വിദ്യാർത്ഥികൾ തോടിന്റെ അരികിൽ കണ്ടൽ തൈകൾ നട്ടത്. സംസ്ഥാനത്ത് ആദ്യമായി കണ്ടൽ സംരക്ഷിച്ച് പരിപാലിച്ചു പോന്ന കണ്ടലമ്മച്ചി എന്നറിയപ്പെടുന്ന മറിയാമ്മ കുര്യന്റെ ഓർമ്മയ്ക്കായാണ് കുമരകത്ത് കണ്ടൽ ചെടികൾ നട്ടത്. കാഞ്ഞിരപ്പള്ളി ആനക്കൽ സെന്റ് ആന്റണീസ് പബ്ലിക് സ്കൂളിലെ ഫോറസ്ട്രി ക്ലബിന്റെ നേതൃത്വത്തിലായിരുന്നു കണ്ടൽ നടിയിൽ. കുമരകം ബോട്ട് ജെട്ടി ജംഗ്ഷന് സമീപം ആരംഭിച്ച കണ്ടൽ നടിയിലിൽ ഫോറസ്ട്രി ക്ലബിന്റെ 30ഓളം വിദ്യാർത്ഥികൾ പങ്കെടുത്തു. കുമരകം പഞ്ചായത്ത് പ്രസിഡന്റ് AP സലിമോൻ, സ്കൂൾ പ്രിൻസിപ്പൽ ഫാദർ ഡെന്നി തോമസ് നെടുമ്പതാലിൽ, വനമിത്ര ജേതാവും പരിസ്ഥിതി പ്രവർത്തകനുമായ K ബിനു എന്നിവർ നേതൃത്വം നൽകി. പ്രകൃതിയായുള്ള മലിനീകരണ നിയന്ത്രണ ശൃംഖലകൾ പ്രവർത്തിക്കുന്നതിൻ്റെയും കൂടെ ഭാഗമായി കണ്ടൽ ചെടികൾ ഞങ്ങളുടെ ഈ തോടിൻ്റെ ഓരങ്ങളിലും റോഡിൻ്റെ ഓരങ്ങളിലും വെച്ച് പിടിപ്പിച്ചുകൊണ്ട് ഈ പ്രവർത്തനങ്ങൾ തുടർന്ന് ഏറ്റെടുക്കാൻ സന്നദ്ധരാണ് എന്ന് മാത്രം അറിയിക്കുകയാണ്. കണ്ടലമ്മച്ചിയുടെ ഓർമ്മ എക്കാലവും നിലനിർത്തുന്നതിനായി പുത്തൻ റോഡ് ജംഗ്ഷനിലെ ചേപ്പനക്കര വീട്ടിലേക്കുള്ള വഴിയരികിലെ ബസ് സ്റ്റോപ്പിന് കണ്ടൽപ്പടി എന്ന് നാമകരണം ചെയ്തു. കുമരകം ബോട്ട് ജെട്ടി മുതൽ കവണാറ്റിൻകര വരെയുള്ള തോടിന്റെ വശങ്ങളിൽ സോഷ്യൽ ഫോറസ്ട്രിയുടെ സഹായത്തോടെ 100 കണക്കിന് കണ്ടൽ ചെടികളാണ് നട്ടുപിടിപ്പിച്ചത്. ന്യൂസ് ബ്യൂറോ, കോട്ടയം. കൊല്ലത്ത് പെൺമയിൽ വൈദ്യുതാഘാതമേറ്റ് ചത്തു. 11 kV ലൈനിൽ നിന്നാണ് വൈദ്യുതാഘാതമേറ്റത്. അഞ്ചൽ റേഞ്ച് ഓഫീസർ മേൽനടപടികൾ സ്വീകരിച്ചു. രാവിലെ 7:30 ഈണമയിലുകളിൽ പെൺമയിൽ 11 kV ലൈനിൽ തട്ടി അതിദാരുണമായി കൊല്ലപ്പെട്ടത്. ഇലക്ട്രിസിറ്റി കമ്പിയിൽ വന്നിരുന്നു. പെട്ടെന്ന് ഒരു മയിൽ ഷോക്കേറ്റ് വീഴുകയായിരുന്നു. ഒരു മയിൽ പറന്നു പോവുകയും ചെയ്തു. ഇത് വനപ്രദേശത്ത് പറന്നു വന്നതായിരിക്കും. ഇവിടെ എന്തായാലും അതൊന്നും ഇല്ല, അതിൻ്റെ ആവാസവ്യവസ്ഥയിലോട് വന്നതായിരിക്കും. പിന്നെ ഇനിയിപ്പോൾ ഞങ്ങളതിനെ മകസർ എഴുതി എടുത്തു. മകസർ എഴുതി അതിനെ എടുത്ത് ഇനിയിപ്പോൾ ഞങ്ങൾ ഓലയിൽ മൃഗാശുപത്രി കൊണ്ടുപോയി പോസ്റ്റ്മോർട്ടം ചെയ്ത് അതിനെ ഇന്ന് തന്നെ മറവ് ചെയ്യുന്നതായിരിക്കും. ചത്ത പെൺമയിലിന് 10 വയസ്സ് പ്രായം കണക്കാക്കുന്നു. അഞ്ചൽ റേഞ്ച് ഓഫീസറുടെ നേതൃത്വത്തിൽ മഹസർ തയ്യാറാക്കി കൊല്ലം ജില്ലാ വെറ്റിനറി കേന്ദ്രത്തിൽ പോസ്റ്റ്മോർട്ടം നടത്തി തിരുവനന്തപുരത്ത് സംസ്കരിച്ചു. വനത്തിനോട് ചേർന്നുള്ള ജനവാസ കേന്ദ്രങ്ങളിലും കൊട്ടാരക്കരയിലും മുമ്പ് മയിലുകൾ ചത്ത സമാന സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, കൊല്ലം. സപ്ലിമെന്ററി പരീക്ഷ പുനഃസ്ഥാപിക്കണമെന്നാവശ്യപ്പെട്ട് കോഴിക്കോട് NITയിൽ വിദ്യാർത്ഥികളുടെ സമരം. വിദ്യാർത്ഥികളുടെ ഒരു വർഷം ഇല്ലാതാക്കുന്ന കൽപ്പിത സർവകലാശാലയുടെ നിയമം എടുത്തുകളയണമെന്നാവശ്യപ്പെട്ടാണ് വിദ്യാർത്ഥികൾ NIT ഓഫീസ് ഉപരോധിച്ചത്. നിരവധി അക്കാദമിക് പ്രശ്നങ്ങൾ ഉന്നയിച്ചാണ് വിദ്യാർത്ഥികൾ സമരരംഗത്തിറങ്ങിയത്. 2ാം സെമസ്റ്റർ വിദ്യാർത്ഥിക്ക് ഒരു വിഷയം നഷ്ടമായാൽ ഫൈനൽ പരീക്ഷ എഴുതണമെങ്കിൽ ഒരു വർഷം ജൂനിയർ വിദ്യാർത്ഥികൾക്കൊപ്പം ഇരുന്ന് പഠിച്ചു പരീക്ഷ എഴുതി പാസ്സാകണം. അറ്റൻഡൻസ് നിർബന്ധമായതിനാൽ ജൂനിയർ വിദ്യാർത്ഥികൾക്കൊപ്പം ക്ലാസ്സിലിരിക്കണമെന്നാണ് നിബന്ധന. ഇപ്രകാരം തങ്ങളുടെ ഒരു വർഷം നഷ്ടമാകുമെന്നാണ് വിദ്യാർത്ഥികൾ പറയുന്നത്. ഒരു ഫെയിലായ ഒരു കൊച്ചിനൊരു വേറൊരു സെക്കൻഡ് ചാൻസ് കൊടുക്കുന്നില്ല. അപ്പം നമ്മളിവിടെ അതിനു വേണ്ടിയിട്ട് കുറേ റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു സബ്ജക്റ്റ് എങ്കിലും ഒരു കൊച്ചിന് ബാക്ക് ഉണ്ടെങ്കിൽ ഒരു കൊല്ലം മൊത്തം നിൽക്കേണ്ടി വരും. വേറെ കോളേജിലൊക്കെ അങ്ങനത്തെ ഒരു ഇതല്ല. അപ്പോൾ ഈ പിള്ളേരുടെ ജീവിതമാണ് പോകുന്നത്. അപ്പം നമ്മളിതിന് വേണ്ടിയിട്ട് റിക്വസ്റ്റ് ചെയ്ത് കുറേ ഒരു 3-4 മാസമായിട്ട് പുറകെ നടക്കുകയാണ്. എന്നാൽ വലിയ എഫക്റ്റ് ഒന്നും ഉണ്ടായിട്ടില്ല. വേണ്ടത്ര ഫാക്കൽറ്റിയും NITയിലില്ലെന്ന് വിദ്യാർത്ഥികൾ പറയുന്നു. എന്നാൽ നിലവിൽ 15 വിദ്യാർത്ഥികൾക്ക് മാത്രമാണ് ഈ പ്രശ്നം. അതിനാൽ തന്നെ കൽപ്പിത സർവകലാശാല നിബന്ധനകൾ മാറ്റാൻ കഴിയില്ലെന്നാണ് NIT അധികൃതരുടെ നിലപാട്. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ഇടുക്കി പോളിടെക്നിക് കോളേജിൽ വിദ്യാർത്ഥിയെ ക്രൂരമായി റാഗിങ്ങിന് വിധേയമാക്കിയതായി പരാതി. മർദ്ദനത്തിൽ ബോധരഹിതനായ വിദ്യാർത്ഥിയെ ആശുപത്രിയിൽ ഉപേക്ഷിച്ച് മുതിർന്ന വിദ്യാർത്ഥികൾ മുങ്ങി. വിവരമറിഞ്ഞ ബന്ധുക്കൾ പോലീസിൽ പരാതി നൽകി. ഇക്കഴിഞ്ഞ 31 രാത്രിയാണ് സീനിയർ വിദ്യാർത്ഥികൾ ജിത്തു തോമസ് പോളിനെ പീഡിപ്പിച്ചത്. 8 അംഗ മുതിർന്ന വിദ്യാർത്ഥികൾ ഹോസ്റ്റലിലേക്ക് ജിത്തുവിനെ വിളിച്ചു വരുത്തിയാണ് ക്രൂരമായ റാഗിങ്ങിന് വിധേയനാക്കിയത്. മദ്യപിച്ചിരുന്ന വിദ്യാർത്ഥികളുടെ മർദ്ദനത്തിൽ പരിക്കേറ്റ ജിത്തുവിനെ പനിബാധിതനാണെന്ന് പറഞ്ഞ് മുതിർന്ന വിദ്യാർത്ഥികൾ അടുത്തുള്ള ഇടുക്കി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്ത് മുങ്ങി. ഒരു കാര്യം പറയാനെന്ന് മുന്നോട്ട് വിളിച്ചു. അത് കഴിഞ്ഞ് എന്നോട് ചോദിച്ചു, അഭിഷേക് എന്ന് പറഞ്ഞ കൂട്ടുകാരൻ, അവനോട് എന്തിനാണ് നടക്കുന്നത് എന്ന് ചോദിച്ചു. എന്നിട്ട് ഞാൻ എന്താ ചെയ്തതെന്ന് ചോദിച്ചു. എന്നാലും ഇങ്ങനെ സൈഡിൽ തന്നെ ഇരിക്കുകയത് ഭിത്തിയിലേക്ക് ചേർത്ത് വെച്ച് പിടിച്ചു. എന്നെ കഴുത്തിന് കുത്തി പിടിച്ചു. അവനെന്തിനാ മദ്യപിച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് വീട്ടുകാരെ വിവരമറിയിച്ചതിനെ തുടർന്ന് ബന്ധുക്കളെത്തി ജിത്തുവിനെ അടിമാലി താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റി. പോലീസിനും കോളേജ് അധികൃതർക്കും ബന്ധുക്കൾ പരാതി നൽകിയിട്ടുണ്ട്. ഹോസ്പിറ്റലിലേക്ക് മദ്യപിച്ചിരുന്ന കുട്ടികൾ കണ്ണിട്ടടിക്കുകയും കഴുത്തിന് കുത്തിപ്പിടിക്കുകയും ചെയ്തു. അതൊക്കെ മുൻപും ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഹോസ്റ്റൽ കേന്ദ്രീകരിച്ച് നടന്നതായി വിദ്യാർത്ഥികൾ പറയുന്നു. എന്നാൽ സീനിയർ വിദ്യാർത്ഥികളുടെ പീഡനം ഭയന്ന് ഇക്കാര്യങ്ങൾ ആരും പുറത്തു പറയുകയോ പരാതി നൽകുകയോ ചെയ്തിട്ടില്ല. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. ഗുരുതര വൃക്കരോഗം ബാധിച്ച യുവാവ് ഉദാരമതികളുടെ സഹായം തേടുന്നു. പാലക്കാട് പുതുപ്പരിയാരം സ്വദേശിയായ ദിലീപിന് വൃക്ക മാറ്റിവെക്കാൻ 7 ലക്ഷം രൂപ വേണം. കൂലിപ്പണിക്കാരായ അറുമുഖൻ ചെമ്പകം ദമ്പതികളുടെ ഏക മകനാണ് ദിലീപ്.
2 വൃക്കകളും തകരാറിലായ 23-കാരനായ ദിലീപ് 7 മാസമായി ചികിത്സയിലാണ്. ഡയാലിസിസിലൂടെ ജീവൻ നിലനിർത്തുകയാണിപ്പോൾ. രോഗം ഗുരുതരമാണെന്നും വൃക്ക മാറ്റിവെക്കലില്ലാതെ മാർഗമില്ലെന്നും ഡോക്ടർമാർ നിർദ്ദേശിച്ചു കഴിഞ്ഞു. കൂലിപ്പണി ചെയ്ത് കുടുംബം പുലർത്തുന്ന അച്ഛൻ ആറുമുഖൻ വൃക്ക നൽകാൻ തയ്യാറാണ്. എന്നാൽ ശസ്ത്രക്രിയയ്ക്ക് വേണ്ടിവരുന്ന വലിയ തുകയാണ് ഇവരെ തളർത്തുന്നത്. ഒരു വഴിയില്ല. ഞാൻ നിത്യം ജോലി നാളാ. എനിക്ക് പണിയുള്ളപ്പോൾ എന്തെങ്കിലും ചെയ്യാൻ പറ്റൂ. പക്ഷേ എൻ്റെ മോൻ്റെ കാര്യം നോക്കിയതെല്ലാം എൻ്റെ അളിയനാവുന്ന അവൻ്റെ മാമന മോപ്പരായെല്ലാം ഇതുവരെ ചെയ്തതും എനിക്ക് അത്രേ അറിയുള്ളൂ. എനിക്ക് വേറൊന്നും അറിയില്ല സാർ. ശസ്ത്രക്രിയയ്ക്ക് ആവശ്യമായ തുക സമാഹരിക്കാനായി പുതുപ്പരിയാരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അടങ്ങുന്ന ചികിത്സാ സഹായ സമിതി പ്രവർത്തിച്ചു വരുന്നു. SBI പുതുപ്പരിയാരം ബ്രാഞ്ചിൽ അക്കൗണ്ടും ആരംഭിച്ചിട്ടുണ്ട്. മകന്റെ ജീവൻ രക്ഷിക്കാൻ ഉദാരമതികൾ സഹായിക്കുമെന്ന പ്രതീക്ഷയിലാണ് ആറുമുഖനും ഭാര്യ ചെമ്പകവും ദിവസങ്ങൾ കഴിച്ചുകൂട്ടുന്നത്. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. കൈരളി TV ജീവനക്കാർക്കായി ഹോമിയോ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. സർക്കാർ ഹോമിയോ മെഡിക്കൽ കോളേജും കൈരളി മീഡിയ ക്ലബ്ബും സംയുക്തമായാണ് ക്യാമ്പ് സംഘടിപ്പിച്ചത്. കൈരളി സീനിയർ ഡയറക്ടർ N. വെങ്കിട്ടരാമൻ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. ഹോമിയോ കോളേജ് പ്രിൻസിപ്പൽ മുഖ്യ അതിഥിയായിരുന്ന ചടങ്ങിൽ കൈരളി DGM മുഹമ്മദ് ആരിഫ്, മീഡിയ ക്ലബ്ബ് ഭാരവാഹികൾ തുടങ്ങിയവരും പങ്കെടുത്തു. കൈരളി TVയിലെ വിവിധ വിഭാഗങ്ങളിലെ 100 കണക്കിന് ജീവനക്കാരും കുടുംബാംഗങ്ങളും ക്യാമ്പിൽ പങ്കെടുത്തു. മോഹൻലാൽ നായകനായി എത്തുന്ന ബഹുഭാഷാ ചിത്രം വെള്ളിയാഴ്ച തിയേറ്ററുകളിലെത്തും. മലയാളത്തിൽ വിസ്മയം എന്നാണ് ചിത്രത്തിന് പേരിട്ടിരിക്കുന്നത്. മാറ്റണം സാറേ, എന്റെ ജീവിതം തന്നെ പഞ്ചറായി കിടക്കുകയാണ്. നീ കിഴുത്ത എവിടെ നിന്ന് കണ്ടുപിടിച്ചെന്ന് മാറ്റിത്താടാ. 25 വർഷങ്ങൾക്ക് ശേഷമാണ് മോഹൻലാൽ ഒരു തെലുങ്ക് ചിത്രത്തിന്റെ ഭാഗമാവുന്നത്. മോഹൻലാൽ ആദ്യമായി നായകനായി എത്തുന്ന തെലുങ്ക് ചിത്രം. ഒരേ സമയത്ത് 3 ഭാഷകളിൽ റിലീസ് ചെയ്യുന്ന മോഹൻലാൽ ചിത്രം തെലുങ്കിൽ വേറിട്ട വഴിയിലൂടെ സഞ്ചരിക്കുന്ന സംവിധായകൻ ചന്ദ്രശേഖർ ഏലട്ടി. പ്രേക്ഷകർ ഏറെ പ്രതീക്ഷകളോടെയാണ് വിസ്മയത്തെ കാത്തിരിക്കുന്നത്. സിനിമയുടെ ചിത്രീകരണം വ്യത്യസ്തമായ അനുഭവമായിരുന്നുവെന്ന് മോഹൻലാൽ പറഞ്ഞു. different feeling for me, kind of approach to make that film is entirely different from you. പരസ്പരബന്ധിതമായ 4 കഥകളാണ് ചിത്രം പറയുന്നത്. The story is about a wonder called life. Life throws many situations at you every second, every minute. മിഡിൽ ക്ലാസ് ഫാമിലിക്ക് ഡിസ്കൗണ്ട് സാധനങ്ങൾ കിട്ടാന്ന് പറഞ്ഞാൽ അതിൽ കൂടുതൽ സന്തോഷമൊന്നുമില്ല. ഗൗതമി മോഹൻലാലിന്റെ നായികയായി എത്തുന്ന ചിത്രത്തിൽ ഉർവശി, P. ബാലചന്ദ്രൻ, ജോയ് മാത്യു, നെടുമുടി വേണു, ഗായകനും നടനുമായ SP ബാലസുബ്രഹ്മണ്യം തുടങ്ങിയവരും പ്രധാന വേഷങ്ങളിലെത്തുന്നുണ്ട്. നമതു എന്ന പേരിൽ തമിഴിലും മനമാന്ത എന്ന പേരിൽ തെലുങ്കിലും ചിത്രം വെള്ളിയാഴ്ച തിയേറ്ററുകളിലെത്തും. ന്യൂസ് ബ്യൂറോ. കല്ലട ജലസേന പദ്ധതിയിലെ അഴിമതിയിൽ 3 പേർ കൂടി കുറ്റക്കാരെന്ന് കോടതി. തിരുവനന്തപുരം വിജിലൻസ് കോടതിയാണ് ഉത്തരവിട്ടത്. 6 വർഷം തടവും 8 ലക്ഷം രൂപ പിഴയുമാണ് പ്രതികൾക്കുള്ള ശിക്ഷ. ആലപ്പുഴ, കൊല്ലം, പത്തനംതിട്ട ജില്ലകളിലെ 57,000-ഓളം ഹെക്ടർ ഭൂമിയിൽ കൃഷി ചെയ്യുക എന്ന ഉദ്ദേശത്തോടെ 1986 തുടക്കം കുറിച്ച കല്ലട ജലസേന പദ്ധതിയിൽ വൻ ക്രമക്കേടായിരുന്നു നടന്നത്. 13 കോടി രൂപയുടെ ചിലവ് പ്രതീക്ഷിച്ച് തുടങ്ങിയ പദ്ധതി അവസാനിച്ചത് 800 കോടി രൂപയിലാണ്. പദ്ധതിയിലെ ക്രമക്കേടുകളുമായി ബന്ധപ്പെട്ട് ആകെ 22 കേസുകളാണ് വിജിലൻസ് രജിസ്റ്റർ ചെയ്തത്. 1990-91 കാലത്ത് വലതുകര കനാൽ നിർമ്മാണത്തിലെ അഴിമതിയുമായി ബന്ധപ്പെട്ട് രജിസ്റ്റർ ചെയ്ത കേസിൽ 19,35,000 രൂപയുടെ അഴിമതി നടന്നിരുന്നു. സൂപ്രണ്ടിംഗ് എഞ്ചിനീയർ KK ഫിലിപ്പ്, കരാറുകാരൻ മാത്യു കോരൻ, എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ചോന്ന പണിക്കർ എന്നിവർക്കാണ് 6 വർഷം കഠിന തടവും 8 ലക്ഷം രൂപ പിഴയും വിജിലൻസ് കോടതി ജഡ്ജി ബദറുദ്ദീൻ വിധിച്ചത്. വ്യാജരേഖകൾ ചമച്ചാണ് പ്രതികൾ പണം തട്ടിയെടുത്തത്. വിജിലൻസിന്റെ കൊല്ലം യൂണിറ്റിലെ DYSP ആയിരുന്ന D. രാജേന്ദ്രനാണ് കേസ് അന്വേഷിച്ചത്. പ്രോസിക്യൂഷനു വേണ്ടി വിജിലൻസ് ലീഗൽ അഡ്വൈസർ CC അഗസ്റ്റിൻ ഹാജരായി. നിയമകാര്യ ലേഖകൻ ആനന്ദിനൊപ്പം S. ജീവൻകുമാർ, തിരുവനന്തപുരം. കണ്ണൂർ തൊക്കിലങ്ങാടി CPIM ഓഫീസിന് നേരെ RSS ആക്രമണം. ടെലിവിഷനും ഫർണിച്ചറുകളും തകർത്തു. കൂത്തുപറമ്പിനടുത്ത തൊക്കിലങ്ങാടിയിലെ CPIM ലോക്കൽ കമ്മിറ്റി ഓഫീസാണ് ബോംബെറിഞ്ഞ് തകർത്തത്. രാത്രി 12:30-നും 1 മണിക്കും ഇടയിലാണ് സംഭവം. ആക്രമണത്തിന് പിന്നിൽ RSS സംഘമാണെന്ന് CPIM ആരോപിച്ചു. ബോംബെറിഞ്ഞ ആക്രമികൾ ഓഫീസിനകത്തു കയറി ഫർണിച്ചറുകളും ടെലിവിഷൻ അടക്കമുള്ള ഉപകരണങ്ങളും അടിച്ചു തകർത്തു. കഴിഞ്ഞ ദിവസം തൊക്കിലങ്ങാടിക്കടുത്ത് മാനന്തേരി വണ്ണാത്തിമൂലയിലുള്ള സജീവ RSS പ്രവർത്തകർ CPIMലേക്ക് മാറിയിരുന്നു. CPIM പ്രവർത്തകൻ സുരേഷ് ബാബുവിനെ RSS ആക്രമിച്ചതിൽ RSSനുള്ളിൽ തന്നെ ഉയർന്ന പ്രതിഷേധമായിരുന്നു മാറ്റത്തിന് പിന്നിൽ. അകാരണമായി ആക്രമണം നടത്തുന്ന RSSന്റെ പ്രവർത്തനത്തിൽ പ്രതിഷേധിച്ച് തൊക്കിലങ്ങാടിയിലും RSS പ്രവർത്തകർ CPIMലേക്ക് മാറുമോ എന്ന ഭയമാണ് ആക്രമണത്തിന് പിന്നിലെന്ന് CPIM നേതാക്കൾ പറയുന്നു. CPIM പ്രവർത്തകൻ ധൻരാജ് വധത്തെ തുടർന്ന് ജില്ലയിൽ നടന്ന സംഘർഷത്തിന് ശേഷം ജില്ല സമാധാനത്തിലേക്ക് നീങ്ങവെയാണ്
രണ്ടാഴ്ചയ്ക്ക് ശേഷം വീണ്ടും RSS CPIM ഓഫീസ് തകർക്കുന്ന സംഭവമുണ്ടായത്. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ. വാക്കുപാലിച്ച് ഋഷിരാജ് സിംഗ്. ജില്ലയിലെ അതിർത്തി മേഖലകളിൽ കേരള എക്സൈസിന്റെയും തമിഴ്നാട് നാർക്കോട്ടിക് സെല്ലിന്റെയും സംയുക്ത പരിശോധന നടത്തി. നിരോധിത പുകയില വിൽപ്പന കേന്ദ്രങ്ങൾക്കെതിരെ ഇടുക്കിയിൽ നടപടികളും സ്വീകരിച്ചു. ഇടുക്കി ജില്ലയിൽ കുമിളി, കമ്പമേട്, ബോഡിമെട്ട് തുടങ്ങിയവിടങ്ങളിലാണ് ഇരു സംസ്ഥാനങ്ങളുടെയും എക്സൈസ് വകുപ്പിന്റെ സംയുക്ത പരിശോധന സംഘടിപ്പിച്ചത്. കഴിഞ്ഞ ദിവസം എക്സൈസ് കമ്മീഷണർ ഋഷിരാജ് സിംഗ് കുമിളിയിലെത്തിയപ്പോൾ അതിർത്തി മേഖലയിലെ നിരോധിത പുകയില വിൽപ്പന കേന്ദ്രങ്ങൾക്കെതിരെ നടപടിയെടുക്കുമെന്ന് സൂചിപ്പിച്ചിരുന്നു. ഇതിന്റെ ഭാഗമായി കഴിഞ്ഞ ജൂലൈ 15-ന് തമിഴ്നാട് മധുരയിൽ നർക്കോട്ടിക് സെല്ലുമായി കേരള എക്സൈസ് സംഘം യോഗം നടത്തിയിരുന്നു. ഇതിന്റെ ഭാഗമായാണ് സംയുക്ത പരിശോധന നടത്തിയത്. തൃച്ചി നർക്കോട്ടിക് സെൽ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ തമിഴ്നാട്ടിലും ഇടുക്കി എക്സൈസ് കമ്മീഷണർ നെൽസന്റെ നേതൃത്വത്തിൽ ജില്ലയിലുമാണ് പരിശോധന നടത്തിയത്. തമിഴ്നാട്ടിലെ കമ്പം, ഗൂണ്ടല്ലൂർ, ലോവർ ക്യാമ്പ് എന്നിവിടങ്ങളിലെ പുകയില വിൽപ്പന കേന്ദ്രങ്ങളിൽ നിന്നും നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ പിടികൂടിയിട്ടുണ്ട്. സംസ്ഥാനത്തിന്റെ എല്ലാ അതിർത്തികളിലും രാവിലെ മുതൽ പരിശോധന നടത്തിയിരുന്നു. അതിർത്തി കടന്നുവരുന്ന ഇരുചക്ര വാഹനങ്ങളും ബസ്സുകളും കാറുകളും ഉൾപ്പെടെയുള്ളവ ഇരു സംസ്ഥാനങ്ങളിലെയും ഉദ്യോഗസ്ഥർ പരിശോധിച്ചു. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. യുവതിയെ കടന്നുപിടിച്ച സംഭവത്തിൽ അഭിഭാഷകനായ ധനേഷ് മാത്യു മാഞ്ഞൂരാനെതിരെ എടുത്ത കേസ് റദ്ദാക്കാനാവില്ലെന്ന് പോലീസ് ഹൈക്കോടതിയെ അറിയിച്ചു. മാഞ്ഞൂരാനെതിരെ ശക്തമായ തെളിവുണ്ടെന്നും കേസ് അന്വേഷണം പുരോഗമിക്കുകയാണെന്നും പോലീസ് കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു. 10 ദിവസത്തിനകം വിശദമായ റിപ്പോർട്ട് സമർപ്പിക്കാൻ കോടതി പോലീസിനോട് നിർദ്ദേശിച്ചു. തനിക്കെതിരായ കേസ് പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് ധനേഷ് മാത്യു മാഞ്ഞൂരാൻ സമർപ്പിച്ച ഹർജി പരിഗണിക്കവെയാണ് പോലീസ് നിലപാട് വ്യക്തമാക്കിയത്. ധനേഷ് മാത്യു മാഞ്ഞൂരാനെതിരെ നിരവധി സാക്ഷിമൊഴികളുണ്ടെന്ന് പോലീസ് കോടതിയെ അറിയിച്ചു. ഈ സാഹചര്യത്തിൽ കേസ് റദ്ദാക്കാനാവില്ലെന്ന് അന്വേഷണത്തിന് മേൽനോട്ടം വഹിക്കുന്ന വനിതാ സെൽ CI രാധാമണി സമർപ്പിച്ച റിപ്പോർട്ടിൽ പറയുന്നു. 35 സാക്ഷികളിൽ നിന്നും ഇതിനകം മൊഴി രേഖപ്പെടുത്തി. മാത്രമല്ല CCTV ദൃശ്യങ്ങൾക്കായി പോലീസ് ശ്രമിച്ചു വരികയാണ്. മാഞ്ഞൂരാനെതിരെ യുവതി മജിസ്ട്രേറ്റിന് മുമ്പാകെ നൽകിയ രഹസ്യമൊഴിയും പോലീസ് കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നു. യുവതിയെ സമ്മർദ്ദത്തിലാക്കിയും ഭീഷണിപ്പെടുത്തിയും മൊഴി മാറ്റിക്കാൻ ശ്രമം നടന്നു. ഇതിനായി കൊട്ടേഷൻ സംഘത്തെ ഉപയോഗപ്പെടുത്തി. ഇക്കാര്യങ്ങളിലടക്കം അന്വേഷണം പുരോഗമിക്കുകയാണെന്നും പോലീസ് ഹൈക്കോടതിയെ അറിയിച്ചു. യുവതിയുടെ രഹസ്യമൊഴി പുറത്തായത് അന്വേഷിക്കണമെന്ന് പ്രതിഭാഗം കോടതിയിൽ ആവശ്യപ്പെട്ടു. കേസ് അന്വേഷണം സംബന്ധിച്ച വിവരങ്ങൾ വാർത്തകളായി വരുന്നത് തടയണമെന്നും പ്രതിഭാഗം ആവശ്യപ്പെട്ടു. അന്വേഷണ പുരോഗതി സംബന്ധിച്ച് 10 ദിവസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കാൻ ഹൈക്കോടതി പോലീസിന് നിർദ്ദേശം നൽകി. ന്യൂസ് ബ്യൂറോ, കൊച്ചി. സംസ്ഥാനത്ത് ജില്ലാ കളക്ടർമാരിൽ വൻ അഴിച്ചുപണി. 12 കളക്ടർമാർക്കാണ് മാറ്റം. കോഴിക്കോട്, പാലക്കാട് കളക്ടർമാർക്ക് മാറ്റമില്ല. നിലവിലെ സാഹചര്യം കണക്കിലെടുത്ത് മന്ത്രി KT ജലീലിനെ സൗദിയിലേക്ക് അയക്കാനും മന്ത്രിസഭ തീരുമാനിച്ചു. സംസ്ഥാനത്തെ 12 ജില്ലാ കളക്ടർമാരുടെ മാറ്റത്തിനാണ് മന്ത്രിസഭായോഗം അംഗീകാരം നൽകിയത്. പുതിയ ജില്ലാ കളക്ടർമാരുടെ പട്ടിക ഇപ്രകാരമാണ്: തിരുവനന്തപുരം S. വെങ്കടേശപതി, കൊല്ലം T. മിത്ര, പത്തനംതിട്ട R. ഗിരിജ, ആലപ്പുഴ വീണ മാധവൻ, കോട്ടയം CA ലത, ഇടുക്കി GR ഗോകുൽ, എറണാകുളം K. മുഹമ്മദ് സഫീറുള്ള, തൃശൂർ A. കൗശികൻ, മലപ്പുറം A. ഷൈനമോൾ, വയനാട് BS തിരുമേനി, കണ്ണൂർ മീർ മുഹമ്മദ് അലി, കാസർഗോഡ് ജീവൻ ബാബു, കോഴിക്കോട് കളക്ടർ N. പ്രശാന്തിനും പാലക്കാട് മേരിക്കുട്ടിക്കും മാറ്റമില്ല. തിരുവനന്തപുരം ജില്ലാ കളക്ടറായിരുന്ന ബിജു പ്രഭാകർ കൃഷി ഡയറക്ടറാകും. S. ഹരികിഷോർ കുടുംബശ്രീ എക്സിക്യൂട്ടീവ് ഡയറക്ടറായി. മറ്റു പുതിയ നിയമനങ്ങൾ ഇവരാണ്: കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷൻ MD-ആയി MG രാജമാണിക്യത്തെ നിയമിച്ചു. എക്സൈസ് അഡീഷണൽ കമ്മീഷണറുടെ ചുമതല കൂടി ഇദ്ദേഹത്തിനുണ്ടാകും. V. രതീശൻ പഞ്ചായത്ത് ഡയറക്ടറാകും. കേശവേന്ദ്രകുമാർ NRHM ഡയറക്ടറാകും. ഫുഡ് സേഫ്റ്റി കമ്മീഷണർ, സോഷ്യൽ ജസ്റ്റിസ് ഡയറക്ടർ എന്നീ അധിക ചുമതലകളും ഇദ്ദേഹത്തിനുണ്ട്. P. ബാലകിരണിനെ IT മിഷൻ ഡയറക്ടറായും E. ദേവദാസിനെ സർവേ ആൻഡ് ലാൻഡ് റെക്കോർഡ്സ് ഡയറക്ടറായും നിയമിച്ചു. പ്രത്യേക സാഹചര്യം പരിഗണിച്ച് മന്ത്രി KT ജലീലിനെയും പ്രൈവറ്റ് സെക്രട്ടറിയെയും സൗദി അറേബ്യയിലേക്ക് അയക്കാൻ മന്ത്രിസഭായോഗം തീരുമാനിച്ചു. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖ ഡയറക്ടർ ബോർഡ് പുനഃസംഘടിപ്പിച്ചു. മുഖ്യമന്ത്രി പിണറായി വിജയൻ ചെയർമാനും തുറമുഖ വകുപ്പ് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി വൈസ് ചെയർമാനുമാകും. എൻഡോസൾഫാൻ ദുരിതബാധിതരുടെ വായ്പകൾക്ക് 3 മാസത്തെ മൊറട്ടോറിയവും മന്ത്രിസഭ പ്രഖ്യാപിച്ചു. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. പത്തനംതിട്ടയിൽ BJP കടുത്ത പ്രതിസന്ധിയിലേക്ക്. BJP മുൻ സംസ്ഥാന സെക്രട്ടറി AG ഉണ്ണികൃഷ്ണൻ പാർട്ടി വിടുന്നതിന് തൊട്ടു പിന്നാലെ നിരവധി പ്രവർത്തകരും നേതാക്കളും പാർട്ടി വിടാനുള്ള തയ്യാറെടുപ്പിലാണ്. സംസ്ഥാന നേതൃത്വം ഇവരെ അനുനയിപ്പിക്കാനുള്ള ശ്രമങ്ങൾ തുടരുന്നുണ്ടെങ്കിലും ഇവർ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു. പാർട്ടിയിൽ പ്രാഥമിക അംഗത്വം പോലുമില്ലാത്തവരെ പ്രധാന സ്ഥാനങ്ങളിൽ ഇരുത്തുകയും കാലങ്ങളായി BJPക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവരെ അവഗണിക്കുകയും ചെയ്തതോടെയാണ് BJPയിൽ അസ്വാരസ്യങ്ങൾ ഉടലെടുത്തത്. BJPയിൽ പ്രാഥമിക അംഗത്വം പോലുമില്ലാത്ത കുമ്മനം പാർട്ടി അധ്യക്ഷനായി. തുടർന്ന് കുമ്മനത്തിന് വേണ്ടപ്പെട്ടവരെ ജില്ലയിൽ പ്രധാന സ്ഥാനങ്ങളിലിരുത്തി. അതേസമയം പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിച്ചവരെ കറിവേപ്പില പോലെ പുറത്തുകളയുകയും ചെയ്തു. ഇതാണ് BJPക്കുള്ളിലെ വലിയൊരു വിഭാഗത്തിന്റെ പരാതി.
പരാതി പുകഞ്ഞു പൊട്ടിത്തെറിയിലെത്തിയപ്പോഴാണ് മുൻ സംസ്ഥാന സെക്രട്ടറി AG ഉണ്ണികൃഷ്ണന്റെ നേതൃത്വത്തിൽ വലിയൊരു വിഭാഗം BJP വിടാൻ തീരുമാനിച്ചത്. ഉണ്ണികൃഷ്ണനും കൂട്ടരും പാർട്ടി വിട്ട ഇടതുപക്ഷത്തോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നതും. ഇത് ജില്ലയിൽ വലിയ തിരിച്ചടിയാകുമെന്ന് മനസ്സിലാക്കിയ നേതൃത്വം അനുരഞ്ജന ചർച്ചകളുമായി താഴെത്തട്ടിലുള്ള പ്രവർത്തകരെ വരെ കാണുന്നുണ്ട്. എന്നാൽ പാർട്ടി വിടാൻ തീരുമാനിച്ചവരാരും തങ്ങളുടെ തീരുമാനം മാറ്റാൻ തയ്യാറല്ലെന്ന് നേതൃത്വത്തെ അറിയിച്ചതായാണ് സൂചന. ഇതോടെ BJP ജില്ലാ നേതൃത്വവും സംസ്ഥാന നേതൃത്വവും ഒരുപോലെ പ്രതിസന്ധിയിലായിരിക്കുകയാണ്. ന്യൂസ് ബ്യൂറോ, പത്തനംതിട്ട. തൊടുപുഴ ന്യൂമാൻ കോളേജിലെ അധ്യാപകനായിരുന്ന TJ ജോസഫിന്റെ കൈവെട്ടിയ കേസിലെ 4ാം പ്രതി സജിൻ കീഴടങ്ങി. മൂവാറ്റുപുഴ NIA കോടതിയിൽ കീഴടങ്ങിയ സജിലിനെ റിമാൻഡ് ചെയ്തു. സബ് ജയിലിലേക്ക് കൊണ്ടുപോയ പ്രതിയെ അടുത്ത ദിവസം ചോദ്യം ചെയ്യലിനായി NIA കസ്റ്റഡിയിൽ വാങ്ങും. അധ്യാപകന്റെ കൈവെട്ടിയ സംഭവത്തിൽ നേരിട്ട് പങ്കെടുത്ത വ്യക്തിയായിരുന്നു.